നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്പ് 2 ഡയബറ്റിക്സിനെ പറ്റിയിട്ടായിരുന്നു. 35 വയസ്സിന് ശേഷം ആളുകളിൽ വരുന്ന. ഇവിടെ 2 രീതിയിൽ നമുക്കിത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ്റെ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ ആണ് രക്തത്തിലിരിക്കുന്ന ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് കടത്തിവിടാൻ സഹായിക്കേണ്ട കീ ആയിട്ട് ആക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പം ചിലരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഭക്ഷണം ദഹിച്ച് ഗ്ലൂക്കോസ് രക്തത്തിൽ എത്തുമ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻസുലിനെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ആ ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ഇൻസുലിൻ നമ്മൾ പറഞ്ഞ ഒരു കീ ആണെന്ന്. ഈ കീ വെച്ചിട്ട് സെൽ വാൾ തുറക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ആ ഇൻസുലിനൊരു റെസിസ്റ്റൻസ് വരുന്നത്. ഇൻസുലിനെ സെല്ലുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് കടത്താൻ ആ ഇൻസുലിന് ക്വാളിറ്റി ഇല്ല. അതാണ് പ്രമേഹത്തിൻ്റെ ഒരു കാരണം. ടൈപ്പ് 2 ഡയബറ്റിക്സിൽ വരുമ്പോഴത്തേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പാൻക്രിയാസ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കാരണം പാൻക്രിയാസ് അപ്പോഴും വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം രക്തത്തിലിരിക്കുന്ന ഗ്ലൂക്കോസ് സെല്ലുകളിലേക്ക് പോവാത്തിടത്തോളം സമയം രക്തത്തിൽ ഗ്ലൂക്കോസ് കിടക്കും. ഗ്ലൂക്കോസ് പാൻക്രിയാസിനെ ട്രിഗർ ചെയ്യും. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ രക്തത്തിൽ ഉള്ള ഗ്ലൂക്കോസും എക്സസ് ആയിട്ട് വരുന്ന ഇൻസുലിനും ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയും ശരീരത്തിന് നമുക്കറിയാം ദോഷകരമാണ്. ഇൻസുലിൻ കൂടുന്നത് കൊണ്ടിട്ടുള്ള മറ്റ് ഡാമേജുകളിലേക്ക് അത് പിന്നെ ശരീരം എത്തപ്പെടും. രണ്ടാമത്തെ ഒരവസ്ഥയാണ് ആവശ്യത്തിന് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ പാൻക്രിയാസിന് പറ്റാത്ത അവസ്ഥ. ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് പറയും? പ്രമേഹാവസ്ഥ എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ മാറ്റിയെടുക്കേണ്ടത് 2 രീതിയിലാണ്. എന്താണ്, ഏത് ഭാഗത്താണ് പ്രശ്നം എന്ന് രണ്ടിനും നമ്മൾ എന്താ ചെയ്യുക? പ്രമേഹത്തിൻ്റെ ഗുളിക എടുത്ത് കഴിക്കും, അല്ലേ? അപ്പോൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പ്രമേഹം മാറ്റാൻ നമ്മൾ ആ ഒരു വഴി സ്വീകരിക്കുന്ന സമയത്ത്? അപ്പോൾ ഏത് രീതിയിൽ, എന്ത് കാരണം കൊണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണോ നമ്മുടെ പ്രമേഹത്തിന് കാരണമായിട്ടുള്ളത്, അതോ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണോ പ്രമേഹത്തിന് കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ഇതാണ് ടൈപ്പ് 2 ഡയബറ്റിക്സിൻ്റെ പ്രത്യേകത. ഇത് രണ്ടുമാണ് നമ്മൾ കോമൺലി കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും എല്ലാവരും വരുന്നതും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന മറ്റ് ചില കണ്ടീഷൻസും കൂടെ ഉണ്ട്. അതിലൊന്നാണ് സാധാരണ നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 ഡയബറ്റിക് എന്ന് പറയുന്നത് നേരത്തെ വരും, യങ്ങർ ഏജിലേ വരും, കുട്ടിയായിരിക്കുന്ന സമയത്ത് വരും. അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം കൊണ്ടാണ്, ഓട്ടോ ഇമ്മ്യൂണി പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചില ആളുകളിൽ ലേറ്റർ ഏജിൽ, അതായത് അഡൽട്ട്ഹുഡിൽ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ കൊണ്ട് പ്രമേഹം ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും ടൈപ്പ് 2 ഡയബറ്റിക്സ് അല്ല, ടൈപ്പ് 2 ആയിട്ട് അതിനൊരു ബന്ധവുമില്ല. പക്ഷേ ലേറ്റർ ഏജിൽ വന്നതുകൊണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കും ടൈപ്പ് 2 ഡയബറ്റിക് ആണ്, ആ ഒരു രീതിയിൽ. അപ്പോൾ അവിടെ എൽഡർ ആയിട്ടുള്ള ആളുകളിൽ, കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിൽ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഡയബറ്റിക്സ്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിക്സിനെ പറഞ്ഞതുപോലെ യങ്ങർ ഏജിൽ, കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അഡൽട്ടിന് ഉണ്ടാവുന്നത് പോലെയുള്ള ഡയബറ്റിക്സ് ഉണ്ടാവാറുണ്ട്. അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇൻസുലിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടും യങ്ങർ ഏജിലും ഡയബറ്റിക്സ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 4, 5, 6 തരത്തിലുള്ള ഡയബറ്റിക്സ് ഉണ്ട്. എപ്പോഴും 1, 2 എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം എന്ത് കാരണം കൊണ്ട് ഇത് വന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുത്താലേ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ മെറ്റബോളിസം ശരിയാക്കിയെടുക്കും എന്നുള്ളതിനാണ് നേച്ചുറോപ്പതിയിൽ വരുമ്പോഴത്തേക്ക് പ്രമേഹം മാറുന്നു എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരീരത്തിൻ്റെ സെല്ലുകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ സെല്ലുകളെല്ലാം തന്നെ മാറി പുതിയത് വരുന്നതാണ്, അല്ലേ? ചില കോശങ്ങൾ 30 ദിവസം ജീവിക്കും, ചിലത് 60 ദിവസം ജീവിക്കും, ചിലത് 3 മാസം ജീവിക്കും. തലച്ചോറിലെ സെല്ലുകളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പീരീഡ് ജീവിക്കുന്ന സെല്ലുകളാണ്. എന്നിരുന്നാലും ഇതെല്ലാം മാറി 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 പുതിയതായിട്ട് വരും. അപ്പോൾ ഒരു സെല്ലിൻ്റെ, ഒരു കോശത്തിൻ്റെ ലൈഫ് സ്പാൻ കഴിയുമ്പോൾ
അതിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ പുതിയ സെല്ലിന് കൈമാറിയിട്ട് ഈ സെല്ല് നശിഞ്ഞു പോകുന്നത്, മരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇനി വരാൻ പോകുന്ന പുതിയ സെല്ലുകൾ ആരോഗ്യത്തോടെയുള്ള സെല്ലുകളാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊടുത്തിട്ട് ആ ഒരു സൈക്കിൾ നമുക്ക് പുതുക്കി പണിയാൻ സാധിക്കണം. പുതിയ സെല്ലുകളായി നിലവിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കപ്പെട്ടിട്ടുള്ള സെല്ലുകളെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് പ്രമേഹമല്ല ഏതൊരു രോഗവും മാറും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്. അത് ചിലർക്ക് 1-2 സൈക്കിൾസ് വേണ്ടി വരും. ഇപ്പം നമ്മൾ പറയാറില്ലേ 3 മാസത്തെ ഒരു സമയം വേണം ഒരുവിധം രോഗങ്ങളൊക്കെ മാറി വരാനെന്ന് പറയാറില്ലേ. അപ്പോൾ ഈ 3 മാസമാണ് ഒരു മാക്സിമം ശരീരത്തിലുള്ള എക്സെപ്റ്റ് തലച്ചോറൊഴികെ ബാക്കിയുള്ള സെല്ലുകളുടെയൊക്കെ ഒരു മാക്സിമം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു 3 മാസം നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തി നല്ല ഭക്ഷണം കഴിച്ച് നല്ല റോ മെറ്റീരിയൽ ശരീരത്തിന് കൊടുത്ത് അതിൽ കൂടെ ഉണ്ടായി വരുന്ന പുതിയ സെല്ലുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇല്ല, പാൻക്രിയാസിനാണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തന വൈകല്യങ്ങളൊന്നുമില്ലാത്ത പുതിയ സെല്ലുകളെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ സെല്ലുകളുടെ ഈ ഒരു സെൽ ഡിവിഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഒരു രോഗം നമുക്ക് മാറ്റിയെടുക്കാം, നമുക്ക് ശരീരത്തിന് സ്വയം എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു 3 സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാനാവും. അപ്പോൾ ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ ശരീരത്തിൻ്റെ ഒരു ക്ലെൻസിങ് ആണ്, ശരീരത്തിൻ്റെ ശുദ്ധീകരണമാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം പലതരത്തിലുള്ള ടോക്സിസിറ്റീനെ പറ്റി നമ്മൾ പറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിസിറ്റിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കിടക്കുന്ന ടോക്സിസിറ്റിയെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടമാണ് ശരീരത്തിൽ ആദ്യം നടക്കേണ്ടത്. ഒന്നാമത്തെ ഒരു ഘട്ടമായിട്ട് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം. ക്ലെൻസിങ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ. അവിടെ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ സാധാരണമായിട്ടുള്ള ശുദ്ധീകരണങ്ങൾ നടക്കണമെങ്കിൽ അസാധാരണമായി കിടക്കുന്ന അഴുക്കുകളൊക്കെ മാറി ഒരു സാധാരണ അവസ്ഥയിലേക്ക് ശരീരത്തിനെ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നോർമലായിട്ടുള്ള ക്ലെൻസിങ് നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് നേച്ചുറോപ്പതി ചികിത്സയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്മെൻറ്റ്സ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും ഹെർബൽ പാക്കുകളായാലും ഉള്ളിലേക്കുള്ള മരുന്നുകളായിട്ടല്ല, പുറത്ത് ചെയ്യുന്ന കുറച്ച് സഹായങ്ങൾ. ഇപ്പം നമ്മൾ ശരീരം തണുപ്പിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ചൂട് കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയ ചെറിയ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു ലിംഫാറ്റിക് എലിമിനേഷൻ കൂടെ നടക്കുകയാണ്. അപ്പം ശരീരത്തിൽ നമുക്കറിയാം മൊത്തം സെല്ലുകളാണെന്ന് പറഞ്ഞല്ലോ, ഈ ഓരോ സെല്ലിലും വേണ്ടിയിരിക്കുന്ന ഓരോ സെല്ലിലും എലിമിനേഷൻ നടക്കണം. അപ്പം അത് മൊത്തം ശരീരത്തിൽ നടക്കുന്നത് ഒരു ലിംഫാറ്റിക് സർക്കുലേഷൻ വഴിയാണ്. ഒരു ലിംഫാറ്റിക് ഗ്രന്ഥികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരീരത്തിൽ ആകമാനം വേര് പടർന്ന പോലെ കിടക്കുന്ന അതിൽ കൂടെ എല്ലാം ഒരു താളത്തിലുള്ള ഒരു എലിമിനേറ്റിംഗ് പ്രോസസ്സ് ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു ചൂട് കൊടുക്കുമ്പോൾ, ഇത് നോർമലി നമ്മളെ ബോഡി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു തണുപ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ചൂട് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പം അവിടെ ഒരു നല്ലൊരു സ്റ്റിമുലേഷൻ ശരീരത്തിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു കിട്ടുന്ന സ്റ്റിമുലേഷനിൽ ശരീരത്തിന് കുറച്ചുകൂടെ ഈ പറഞ്ഞ ലിംഫാറ്റിക് എലിമിനേഷന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഈ പറഞ്ഞ ശരീരത്തിൻ്റെ ക്ലെൻസിങ് എന്ന് പറയുന്ന, ശരീരത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്ന പ്രോസസ്സ് വലിയ വലിയ രോഗങ്ങൾ, വലിയ രോഗത്തിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല, എന്നാലും കൂടുതൽ ഡാമേജ് വന്നിട്ടുള്ള കേസുകളിൽ ചിലപ്പം ഈ പറഞ്ഞ 3 മാസമൊന്നും മതിയാവില്ല, ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ വേണ്ടി വരാറുണ്ട്. കിഡ്നി രോഗം അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ കൂടുതൽ സമയം വേണ്ടി വരാറുണ്ട്. അത് രോഗത്തിൻ്റെ ഒരു സിവിയോറിറ്റിക്ക് അനുസരിച്ച് ഈ സമയത്തിൽ മാറ്റം വരും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ക്ലെൻസിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് ശരീരത്തിന് കടക്കാൻ പറ്റൂ. അവിടെയാണ് ശരീരത്തിൻ്റെ ഹീലിംഗ് നടക്കുന്നത്. അവിടെയാണ് കൂടുതൽ സെൽ റിപ്പയർമെൻറ്റ്സ് നടക്കുന്നത്. സെല്ല് നമുക്കറിയാം റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട്. സെല്ലുകൾക്ക് ഇപ്പോൾ സെല്ലുകളെ പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പം കുഴപ്പങ്ങൾ വരാതിരിക്കാനുള്ള ഒരുപാട് ഗേറ്റ് വേ ശരീരത്തിലുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മളൊരു എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിനെ പോലെയൊക്കെയുള്ള ഒരു ചെക്കിംഗ് ആണ് ഓരോ ഘട്ടത്തിലും സെല്ലുകളുടെ ഒരു മെച്യൂരിറ്റിയുടെ മുന്നേ ഉണ്ടാവുന്നത്. അത് ഓരോ ഗേറ്റ് വേസ് ആയിട്ടാണ്. എന്തെങ്കിലും തകരാറുണ്ടോ, അതുണ്ടോ, അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്ത് ഏതെങ്കിലും തകരാറുണ്ടോ അപ്പം തന്നെ ആ സെല്ലുകൾ എലിമിനേറ്റ് ചെയ്ത് അത്രയും
എന്താ ശ്രദ്ധാപൂർവം ശരീരം നടത്തുന്ന ഒരു പ്രവർത്തനമാണ് പുതിയൊരു സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ക്യാൻസർ സെല്ലുകളൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു നോർമൽ ശരീരത്തെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പറയുമ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ക്യാൻസർ ഒരുപാടുണ്ട്. 10 ആളെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ ക്യാൻസർ സ്പ്രെഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പം അത്രയും ശരീരത്തിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു രീതിയിലേക്ക് എത്തപ്പെടണമെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എത്ര ഭീകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പുതിയൊരു സെല്ലുണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഹീലിംഗ് സ്റ്റേജിലേക്ക് എപ്പോഴും കടക്കുന്നത് ഈ ക്ലെൻസിങ് എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ ഹീലിങ്ങിൻ്റെ സ്റ്റേജിൽ കുഴപ്പമുള്ള സെല്ലുകളെയൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയതായി വന്നിട്ടുള്ള സെല്ലുകൾക്ക് ഇൻഫർമേഷൻസ് കൈമാറി ഒരു പ്രവർത്തന വൈകല്യത്തെ, ഒരു ഡിസ്ഫങ്ഷനെ മറികടന്ന് ശരീരം വീണ്ടും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ട്രാക്കിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ് ശരീരത്തിൻ്റെ ഹീലിംഗ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സ്റ്റേജിലാണ് ശരീരം പഴയൊരു എനർജി റീഗെയിൻ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു രോഗാവസ്ഥയിലിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഒരു നോർമൽ ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ശരീരത്തിനില്ല. എപ്പോഴും രോഗികൾ പറയാറുണ്ട്, ഇപ്പം എനിക്ക് 10 വർഷം മുന്നേ ഉള്ള ഞാനായിട്ട് തോന്നുന്നു, 10 വർഷം മുന്നേ എനിക്ക് ഉണ്ടായിരുന്ന ഒരു എനർജി തിരിച്ചു വന്നതുപോലെ തോന്നുന്നു എന്ന് പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് എപ്പോഴും ഈ പ്രോസസ്സ് വഴിയാണ്, അതായത് സെൽ റിപ്പയർമെൻറ്റ് വഴിയാണ്. അപ്പോൾ ഇവിടെ സാറ് നേരത്തെ പറഞ്ഞു, ഉപവാസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഉപവാസത്തിന് വളരെ 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 പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ പറഞ്ഞ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലുള്ളത്. അപ്പോൾ ഉപവാസത്തിൻ്റെ സമയത്ത് നമുക്കറിയാം, ശരീരത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഗ്ലൂക്കോസ് അതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന, നിത്യേന നടക്കുന്ന ഒരു പ്രോസസ്സാണ്. രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് വരുന്നു, ഗ്ലൂക്കോസിനെ ഇൻസുലിൻ സെൽ വാളിൽ കൂടെ സെല്ലുകളിലേക്ക് കയറ്റി വിടുന്നു എന്നുള്ളത് നിരന്തരം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ശരീരത്തിൽ. അതുവഴിയാണ് നമുക്ക് ഈ എനർജി ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഉപവാസത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ ശരീരത്തിലേക്കുള്ള എൻട്രി താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നു. ഗ്ലൂക്കോസിനെ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് എത്താതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് എവിടുന്ന എനർജി കിട്ടുന്നത്? നേരത്തെ ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫാറ്റിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് ആ ടൈമിൽ ഉപവാസത്തിൻ്റെ സമയത്ത് ശരീരം എടുത്ത് ഉപയോഗിക്കുന്നത്. അത് ശരീരത്തിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ശരീരം ആ ഒരു പ്രോസസ്സ് നടത്തും. വേറെ ദഹന പ്രശ്നങ്ങളൊന്നും ശരീരത്തിന് ആ സമയത്ത് നോക്കാനും ചെയ്യാനും ഒന്നുമില്ല. ഇതാണ് ഉപവാസത്തിൽ സംഭവിക്കുന്നത്. സോ ആ ടൈമിൽ ശരീരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ, സെല്ലുകളുടെ പ്രവർത്തന പ്രശ്നങ്ങൾ, സെല്ലുകളുടെ വൈകല്യങ്ങൾ, സെല്ലുകളുടെ കുഴപ്പങ്ങൾ എല്ലാം ശരീരം ക്ലിയർ ചെയ്യുന്ന സെൽ റിപ്പയർമെൻറ്റ് ഏറ്റവും നന്നായി നടക്കുന്നത് ഈ പറഞ്ഞ ആബ്സെൻസ് ഓഫ് ഫുഡ്, ശരീരത്തിലേക്ക് ഫുഡ് കൊടുക്കാതിരിക്കുന്ന ഈ ഒരു പീരീഡിലാണ്. അവിടെ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും ഭംഗിയുള്ളൊരു പ്രവർത്തനമാണ് ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. അതായത് ശരീരം അതിനെ തന്നെ തിന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുഴപ്പം പിടിച്ചിട്ട്, ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്, ഫാജി ഈട്ട് ചെയ്യുക. അപ്പോൾ ഈ കുഴപ്പം പിടിച്ച സെല്ലുകളെ മുഴുവൻ ശരീരം റിമൂവ് ചെയ്ത് എല്ലാത്തിനെയും ശരീരത്തിൽ നിന്ന് മാറ്റി ശരീരം ഫ്രഷാക്കി എടുക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരവസ്ഥയാണ് ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഉപവാസം. ഇത് തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു വലിയ മെച്ചം. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പ്രത്യേകതയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു ഉപവാസ അവസ്ഥയിലൂടെ കടന്നു പോവുക എന്നുള്ളത് പ്രമേഹത്തിൻ്റെ ക്യൂറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഉപവാസം എന്നുള്ളത് നിർബന്ധമായും ചെയ്യുക. എപ്പോഴാണ് ഈ പറഞ്ഞ പ്രോസസ്സ് തുടങ്ങുക എന്ന് വെച്ചാൽ, നമ്മളെ ഉപവാസം കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷം, 24 മുതൽ 48 മണിക്കൂർ ചിലരിൽ വേരി ചെയ്യും. ആ ഒരു ടൈമിലാണ് ഈ പറഞ്ഞ ഓട്ടോഫാജി എന്നുള്ളൊരു പ്രോസസ്സ് ശരീരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എത്ര ദിവസം ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഏറ്റവും ചെറിയത് ഒരു 3 ദിവസമെങ്കിലും ചെയ്താലേ ഒരു നല്ല രീതിയിലുള്ളൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ആ സമയത്ത് നന്നായി വെള്ളം കുടിക്കുക. സാധാരണ വെള്ളം, പച്ചവെള്ളം നന്നായിട്ട് കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമ്മൾ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ പറഞ്ഞതിൽ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുക എന്നുള്ളതും മെറ്റബോളിക് ഡിസ്ഫങ്ഷന് കാരണമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 3 ലിറ്റർ വെള്ളം നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. അത് ചില രോഗികളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കിഡ്നിയുടെ അസുഖമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കുടിക്കാൻ സാധിക്കില്ല, അത്ര കുടിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരിൽ അത് എഡിമയൊന്നും ഇല്ലാത്തവരിൽ ചിലപ്പോൾ ലിവർ ഡിസീസ് ഉള്ളവരിലും ഈ പറഞ്ഞ പോലെ ലിവറിൻ്റെ ഭാഗത്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഒഴികെ ബാക്കി നോർമലായിട്ടുള്ള എല്ലാവരും ധാരാളം വെള്ളം കുടിച്ചിരിക്കണം.